കഴുത്ത് വെട്ടുക, അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ എന്ന് മുദ്രാവാക്യം വിളിച്ച പാർട്ടിക്ക് ഈ നാട്ടിൽ എത്ര ഹിന്ദുക്കൾ വോട്ട് ചെയ്യും, എത്ര ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരുടെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വീട്ടിൽ കയറി ചെല്ലാൻ പറ്റും. ഇപ്പോൾ ഡി കുര്യാക്കോസ് കൊണ്ട് പറയുന്നത് SDP പിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ, എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആൾക്കാരെ ആട്ടൂല്ലേ, മുഖത്ത് നോക്കി ആട്ടും. അത് തന്നെയായിരിക്കും ആൻഡോ ആൻ്റണിക്ക് സംഭവിക്കാൻ പോകുന്നത്. അത് തന്നെയായിരിക്കും ഫ്രാൻസിസ് ജോർജിനും സംഭവിക്കാൻ പോകുന്നത്. ഇവരൊക്കെ ജയിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ്. അങ്ങനെ ഇപ്പോൾ ഹൈബീഡിനെ അത്ര ബാധിക്കില്ല, കാരണം ഇവിടെ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ല. ഇതുപോലെയുള്ള ഈ തിരുവിതാംകൂർ മണ്ഡലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഇടയിൽ വളരെ ശക്തമായ രീതിയിൽ മുസ്ലിം വിരോധം നിലനിൽക്കുന്ന സമയമാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ള വേറെ കാര്യം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ SDP പിന്തുണയുള്ള സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാന്ന് വെച്ചാൽ ആളുകൾ സ്വാഭാവികമായിട്ട് എതിരാവും. ഞാൻ ഒരു ഒറ്റ സംഭവം പറയാം, നമ്മുടെ നാട്ടിലുണ്ടായതാണ്. 2001 അസംബ്ലി തെരഞ്ഞെടുപ്പ്. അന്ന് UDFൻ്റെ തരംഗമാണ്. UDF 99 സീറ്റിൽ ജയിച്ചു. ഞങ്ങളുടെ വടക്കേക്കര മണ്ഡലത്തിൽ, അന്ന് ഞങ്ങൾ വടക്കേക്കരയാണ്, ആലുവയായിട്ടില്ല. വടക്കേക്കര മണ്ഡലത്തിൽ 40 കൊല്ലത്തിന് ശേഷം ഒരു കോൺഗ്രസ്സുകാരൻ ജയിച്ചത് ഈ 2001 തെരഞ്ഞെടുപ്പിലാണ്. അങ്ങനെ വടക്കേക്കര വരെ CPM തോറ്റ അല്ലെങ്കിൽ കോൺഗ്രസ് ജയിച്ച തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്ത പെരുമ്പാവൂർ മണ്ഡലത്തിൽ PP തങ്കച്ചൻ തോറ്റുപോയി. തങ്കച്ചൻ ചേട്ടൻ അങ്ങനെ തോക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയല്ല. തോറ്റുപോയതിൻ്റെ ഒരു പ്രധാന കാരണം പെരുമ്പാവൂർ ടൗണിൽ ഗാന്ധി പ്രതിമ വെച്ചേക്കുന്നതിൻ്റെ ആ ഭാഗത്ത് വളരെ വലിയ ഒരു ബോർഡ് സ്ഥാപിച്ചു. ആ വലിയ ബോർഡിൽ ICS അബ്ദുൽ നാസർ മദനി ഇങ്ങനെ ഗർജിക്കുന്ന ഒരു ചിത്രമായിരുന്നു. അദ്ദേഹം ഭയങ്കരമായിട്ട് ആക്രോശിക്കുന്ന പോലെയുള്ള ഒരു ഫ്ലെക്സ് ബോർഡ്, ഫ്ലെക്സ് അല്ല, ഒരു നല്ല ഗംഭീരമായ ബോർഡ്. അത് കാണാതെ ഒരാൾക്ക് പെരുമ്പാവൂർ കടന്നു പോകാൻ പറ്റില്ല. ഇദ്ദേഹത്തിൻ്റെ വലിയ പടം, മുഖം, അതിൻ്റെ കൂടെ തങ്കച്ചൻ ചേട്ടൻ്റെ ഒരു ചെറിയ പടം. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ ചില പോസ്റ്ററുകൾ കണ്ടല്ലേ, വെള്ളാപ്പള്ളിയുടെ വലിയ പടവും നാരായണഗുരുവിൻ്റെ ചെറിയ പടം ഇട്ട് എന്ന പോലെ അബ്ദുൽ നാസർ മദനിയുടെ വലിയ മുഖവും നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ തങ്കച്ചൻ്റെ ചെറിയ പടവുമായിട്ട്, എന്നിട്ട് അതിൽ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. എന്താണ്? PDP പിന്തുണയുള്ള ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി PP തങ്കച്ചന് വോട്ട് ചെയ്യുക. ഈ പെരുമ്പാവൂർ മണ്ഡലത്തിൻ്റെ പ്രത്യേകത അവിടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമാണ് കൂടുതൽ. ഇത് കാണുന്ന ഒരൊറ്റ ആളും ദൈവഗുരുത്തം കൊണ്ട് തങ്കച്ചന് വോട്ട് ചെയ്യില്ല. അങ്ങനെ തങ്കച്ചൻ ചേട്ടൻ തോറ്റുപോയി. ഇത് ഒരിക്കൽ ഞാൻ നിയമസഭയിലും അല്ല നമ്മുടെ TV പറഞ്ഞു, ഇന്ത്യ വിഷനുള്ള കാലത്ത് ഇത് പറഞ്ഞ് അത് എയറിൽ പോയി 10 മിനിറ്റ് കഴിയുമ്പോൾ തങ്കച്ചൻ എന്നെ വിളിച്ചു. എൻ്റെ പൊന്നു വക്കീൽ പറഞ്ഞ് വളരെ സത്യമാണ്, അവൻ്റെ ആ ഒരു പോസ്റ്റ് ഇല്ലായിരുന്നു, ഞാൻ തീർച്ചയായിട്ടും ജയിക്കുമായിരുന്നു. മനസ്സിലായി? ഇതേ കൊലപാതകമാണ് ഇപ്പോൾ ഈ നാസറുദ്ദീൻ അല്ല എന്താണ് നമ്മുടെ അഷ്റഫ് മൗലവി ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് UDFകാരോട് കാര്യമായ എന്തോ വിരോധമുണ്ട്. അത് ഇതിന്